അപ്പൂപ്പൻ്റെ കുഞ്ഞുനാളിൽ ഓണം ആഘോഷിക്കുന്നു പറഞ്ഞാൽ അത്തം തൊട്ടേ ആഘോഷം തുടങ്ങും. അത്തം തൊട്ട് ആഘോഷം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് രാവിലെ ഈ ചാണകം എടുത്ത് മെഴുകി തളിക്കുന്നതിനാണ് മെഴുകുകയെന്ന് പറയുന്നത്. അത് തളിച്ച് അതിനകത്ത് കുറച്ച് ഓണത്തപ്പനെയൊക്കെ സൃഷ്ടിച്ചു വെക്കും. ഓണത്തപ്പ എന്ന് പറയുന്നത് അതൊരു മണ്ണ് കുഴച്ച് പിന്നെ അതിനകത്ത് കുഴച്ച് ഇങ്ങനെ നീളത്തിലൊരു രൂപം ഉണ്ടാക്കി വെക്കും. മൺകട്ട അത് തളിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്താണ് അതിൻ്റെ ആലോചിച്ചാണ് പൂക്കള ഇടുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള പൂവിട്ടാണ് പൂക്കള ഇടുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് ആ കുടുംബത്തുള്ളവരെല്ലാവരും അവരുടെ ആ കുടുംബത്ത് എല്ലാവരും ദൂരെ പോയവരെല്ലാവരും കുടുംബത്ത് വരുമെന്നാണ്. അതന്ന് താഴെ പാ വിരിച്ചിട്ട് ആ താഴെ ഇല ഇട്ടരുന്നാണ് ചോറുണ്ണുന്നത്. അതാ അവരുടെ കുടുംബത്തിൽ നിന്നെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ദൂരെ പോയവരും വേറെ മാറി താമസിക്കുന്നവരും എല്ലാവരും കുടുംബത്താണ് ഉണ്ണാൻ വരുന്നത്. അത് ആൾക്കാരാരാന്ന് വെച്ചാൽ അപ്പം മാമന്മാർ കാണും, അപ്പച്ചിമാർ കാണും, ചിറ്റപ്പന്മാർ കാണും. ബന്ധുക്കളൊക്കെ രാവിലെ ആയിരിക്കും വരുന്നത്. അവർ രാവിലെ വരുമ്പോൾ അന്ന് പിന്നെ കാപ്പിയൊന്നും പണ്ടത്തെ വീട്ടുകളിൽ കാപ്പിയൊന്നുമില്ല, ഇന്നത്തെ കണക്ക് ദോശയൊന്നുമില്ല. അവർ ഉച്ചയ്ക്ക് ഉണ്ണത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ആകെ പിന്നെ അന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഓണത്തിനാണ്. എല്ലാവർക്കും അവർ വരുന്നവർ ചിലർ കൊണ്ടുവരും, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെടുത്താലും ഒരു വർഷത്തിലൊരിക്കൽ സ്കൂൾ തുറക്കുമ്പോഴും ഈ പിന്നെ ഓണം വരുമ്പോഴുമാണ് നമുക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ പുതിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ആ സന്തോഷം നമുക്കില്ലല്ലോ. അന്നൊന്നും ഇതുപോലുള്ള ഡ്രസ്സുകളില്ല, ഇതുപോലുള്ള തുണിക്കടകളില്ല ഇപ്പോഴത്തെ കൂട്ടുള്ള. അന്നൊക്കെ ഒന്നോ രണ്ടോ മൂലയ്ക്ക് ഒക്കെ ഓരോ കടകളിൽ കാണും. അവിടുന്ന് അന്നുള്ള തുണികളായിരിക്കും വേണം മേടിക്കുന്നത്. കൂടിയ തുണികളൊന്നും അന്നൊന്നുമില്ല. അപ്പോൾ ആ തുണികളൊക്കെ ഉടുത്തും കൊണ്ടാണ് നമ്മൾ ഓണം കൊള്ളുന്നത്. ഓണം കൊള്ളുക, ഓണം കൊള്ളുന്നു. ഓണം കൊള്ളുക എന്ന് വെച്ചാൽ നമ്മൾ ഈ കളിക്കുക ആഘോഷിക്കുക എന്നുള്ളതേ ഉള്ളൂ ഓണം കൊള്ളുക എന്ന് പറയുന്നത്. ആ കളികളൊക്കെ കളിക്കുമ്പോൾ പിന്നെ പറഞ്ഞില്ലേ, പിന്നെ തുമ്പിതുള്ളല്, പിന്നെ അശോകശല്യം പെണ്ണുണ്ടോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് വെച്ചത് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടി കളിക്കും, പിന്നെ തുമ്പിതുള്ളൽ കളിക്കും. അങ്ങനെ ഒരുപാട് കളികൾ അവിടെ കളിക്കും. പെണ്ണുങ്ങളെല്ലാം കൂടി. ആണുങ്ങൾ വേറെ പിന്നെ കിടത്തെട്ട് കളിയോ അല്ലെങ്കിൽ ചീട്ട് കളി, എന്നൊക്കെ ചീട്ട് കളിയുണ്ട്. കാലി കമ്മലൊക്കെ ഇട്ടുകൊണ്ട് ചീട്ട് കളി. അങ്ങനെ അവരവരുടേതായ രീതിക്ക് കളിക്കാനൊക്കെ വിടുമായിരുന്നു. ഓണം വരുമ്പോഴല്ലേ നമ്മൾ വേറെ കൂടുതലായിട്ട് കളിക്കാൻ പോകുന്നത്, അല്ലാതെ നമ്മൾ കളിക്കാൻ പോയിട്ടില്ലല്ലോ. അന്നാവുമ്പോൾ അതിലത്തുള്ള വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ ഒരു വീട്ടിലൊക്കെ കൂടുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കിടന്ന് കളിക്കും. പിന്നെ എപ്പോഴും പിന്നെ ഓടി വന്ന് വീട്ടിൽ നിന്നുള്ള പിന്നെ ചിപ്സും അതും പിന്നെ അന്ന് ചിപ്സല്ല വറ്റലുകളൊക്കെ പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യും. അവിടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓണയെ ആഘോഷിക്കും, തിരുവോണം മാത്രം. അന്ന് അവിടെ ഉള്ള കുറച്ച് മലയാളികളെല്ലാം കൂടെ കൂടി ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ചോറും കറിയും, പരിപ്പും പപ്പടവും പായസവും ഒന്നും കളിയല്ല, പിന്നെ ചോറും തൂക്കലുമൊക്കെ കറികളും വെച്ച് പിന്നെ ഇറച്ചി മേടിക്കുള്ളൂ. പിന്നെ ആടോ ആട്ടിറച്ചി അത് മേടിച്ച് കറിയൊക്കെ വെച്ച് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഇലയൊന്നുമില്ല, പാത്രത്തിനകത്ത് വെച്ച് കഴിക്കും. പ്ലേറ്റിൽ കഴിക്കും. സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്, അതിൽ കഴിക്കും. പുതിയ ഓണം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഓണമൊക്കെ ഇഷ്ടമാണ്. പഴയ ഓണത്തിൻ്റെതായ ഒരു ചൈതന്യവും ഇപ്പോഴത്തെ പുതിയ ഓണത്തിനില്ല. സന്തോഷമൊന്നും കൂട്ടിക്കോ, അല്ലെങ്കിൽ അതിൻ്റെ ആ പുരോഗതി ഇപ്പോഴത്തെ ഓണത്തിനില്ല. ഇപ്പോഴത്തെ ഓണത്തിനെന്ന് പറഞ്ഞാൽ എല്ലാം ബേക്കറിയിൽ നിന്ന് എവിടെയെങ്കിലും മേടിക്കുന്നു, നമ്മളെല്ലാം കൂടെ ഒത്തുകൂടുന്നു, കഴിക്കുന്നു. പണ്ടെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സകല ബന്ധുക്കളും നമ്മുടെ കുടുംബത്തിൽ വരും, കുടുംബ വീട്ടിൽ വരും. അന്ന് എല്ലാവരും അവിടെ നിന്ന് ആഹാരം കഴിക്കും. ഇന്ന് അങ്ങനെ ഒരു ചടങ്ങ് വലുതായിട്ടൊന്നുമില്ല.
ചില വീട്ടുകളിൽ ആരെങ്കിലും ഒക്കെ വന്നെങ്കിലായി പോയെങ്കിലായി. പിന്നെ ഇന്നെന്ന് പറയുന്ന ആരെങ്കിലും വന്നാൽ തുണിയും മേടിച്ചോണ്ട് വരും. തുണിയും മേടിച്ചോണ്ട് വരും. അല്ലാതെ ആ പഴയതുപോലുള്ള ഓണത്തിന് എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോഴത്തെ പുതിയ ഓണത്തിനില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസം. പുതിയ ഓണത്തിൻ്റെ അഭിപ്രായം അട്ടപ്പൂക്കളം ഇടുന്ന എല്ലാം വിലക്ക് മേടിക്കുന്ന പൂക്കൾ എടുത്തിട്ടാണ് അട്ടപ്പൂക്കളം ഉണ്ടാക്കുന്നത്. എല്ലാ വീടുകളിലും ഒന്നുമില്ല. എല്ലാം ഈ ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരൊന്നും അട്ടപ്പൂക്കളം എടുത്തില്ല. പിന്നെ ചില വീടുകളിലൊക്കെ പഴയ വീടുകളിലൊക്കെ മാത്രം അട്ടപ്പൂക്കളം ഇടുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും ഇന്ന് വീടുകളിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പുറത്തുനിന്ന് ആഹാരം വരുത്തി കഴിക്കുന്നവരായിട്ടുണ്ട്. കാരണം അന്നത്തെ ജനറേഷനല്ല ഇന്ന് അവർക്ക് ഊണ് അവർ ഓണ സദ്യകൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തുക. കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള വയ്യാത്തല്ല, അവർക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് അവർ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുക. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം. പണ്ടത്തെ ആഹാരത്തിൻ്റെ രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ രീതിയുടെ ആകുമ്പോൾ പഴയതാണ് ഏറ്റവും നല്ലത്. അന്ന് എല്ലാ സാധനങ്ങളും മുളകും പിന്നെ മല്ലിയും എല്ലാം വീട്ടിൽ പൊടിച്ച് ശരിയാക്കുന്നതാണ്. നെല്ല് കുത്തി അരി എടുക്കുന്നതാണ്. ഇന്നതെല്ലാം മേടിക്കും. അതെല്ലാം കെമിക്കൽ ചെയ്യുന്ന ആഹാരങ്ങൾ വെച്ചാണ് നമ്മൾ ഈ കഴിക്കുന്നതല്ല. അതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുപോലെ ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം വരുത്തുക എന്ന് പറയുന്നത് അന്നൊരു വീട്ടിൽ 8 or 10 പേര് കാണും. അവരെല്ലാവരോടും കൂടി ഈ ഓണം ഒരുക്കുന്നതും ആഹാരം ശരിയാക്കുന്നത്. ഇന്നൊരു വീട്ടിൽ 2 or 3 പേരെ കാണും ഉള്ളൂ. അവർക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. എല്ലാവരും ജോലിക്കാരാ. അത് തന്നെ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.